ഹലോ നമസ്കാരം, എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ വിഷസ്. ഈ ന്യൂ ഇയർ കൂടുതൽ സ്പെഷ്യലാക്കാൻ ഒരു സ്പെഷ്യൽ ബിരിയാണി റെസിപ്പി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. എന്നാൽ ശരി, നമുക്ക് ഈ ഫ്രൈഡ് ചിക്കൻ ബിരിയാണി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ കണ്ടാലോ? അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ച 1.5 കിലോ ചിക്കനാണ്. അത് നല്ല ചെറിയ ചെറിയ പീസാക്കി ആണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചിക്കൻ 65-ന് നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് അത് തന്നെയാണ്, 65 ബിരിയാണിയാണ്. അപ്പോൾ ആദ്യം ഞാൻ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് അടുത്ത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മാരിനേഷന് ഒരുപാട് ടൈമൊന്നുമില്ല, ഒരു ഹാഫ് ആൻ അവർ വെച്ചാൽ മതിയാകും. ഇനി ഒരു ലെമണിൻ്റെ പാതി ഒന്ന് സ്ക്വീസ് ചെയ്ത് അതുകൂടെ ചേർക്കുന്നുണ്ട്. അതും ചേർത്തിട്ട് നമുക്കിനി ബാക്കി പൊടികളൊക്കെ ചേർക്കണം. പിന്നെ ഞാനൊരു 1/4 കപ്പ് തൈര് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. 1/4 കപ്പ് പുളി ഇല്ലാത്തതാണെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാം കേട്ടോ, ഒരു 2 ടേബിൾ സ്പൂൺ ആക്കിയാലും മതി. ഇനി 1 ടേബിൾ സ്പൂൺ മൈദാമാവ്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. അപ്പോൾ ഇത് മസ്റ്റായിട്ട് ചെയ്യുക. പിന്നെ ഒരു മുട്ട വേണമെങ്കിൽ ഒരു മുട്ട നന്നായിട്ട് പതിച്ചിട്ട് നമുക്കതിൻ്റെ ഹാഫ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനത് ചെയ്തില്ല. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്തത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ ഗരം മസാല പൗഡർ ആഡ് ചെയ്യണം. അതും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതും ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ചിക്കൻ 65-ൻ്റെ സ്പെഷ്യൽ ഫ്ലേവറാണ് നമ്മുടെ ചെറിയ ജീരകത്തിൻ്റെ പൊടി. അത് 1 ടീസ്പൂൺ മസ്റ്റായിട്ട് ചേർക്കുക കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം. ഇതൊക്കെ നല്ല ഫ്ലേവർ കൊടുക്കുന്ന സംഭവമാണ്. പിന്നെ ഞാൻ 1 ടീസ്പൂൺ ഓയിലൂടെ ചേർത്തു. സൺഫ്ലവർ ഓയിലാണ്, വെളിച്ചെണ്ണ ചേർക്കരുത്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മുട്ട വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. മുട്ട ആകുമ്പോഴത്തേക്ക് അതിൻ്റെ കോട്ടിങ് ഇളകില്ല കേട്ടോ. ഞാൻ മുട്ട ആഡ് ചെയ്തില്ലെന്നേ ഉള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഹാഫ് ആൻ അവർ നമുക്ക് ഫ്രീസറിലോട്ട് മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് ഞാനത് ഹാഫ് ആൻ അവർ കഴിഞ്ഞ് ഇതെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അപ്പോൾ ഈ ഓയിലിൽ ഞാൻ നേരത്തെ 2 സവാള വളരെ നേരത്തെ പീസാക്കിയിട്ട് വറുത്ത് കോരിയിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ബിരിയാണിക്ക് മസ്റ്റായിട്ട് വേണം. അതുപോലെ തന്നെ കുറച്ച് റൈസിൻസും കാഷ്യൂനട്ട്സും വറുത്ത് കോരി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ മാറ്റി വെച്ച് ആ സൺഫ്ലവർ ഓയിൽ അതേ സെയിം ഓയിലിൽ തന്നെ ഞാൻ ചിക്കൻ ഒന്ന് ഡീപ്പ് ഫ്രൈ ആക്കുകയാണ്. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ കോട്ടിങ് നമ്മൾ മുട്ട ചേർത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇളകില്ല. എനിക്കിത് ലേശം ഇളകി വന്നിട്ടുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് മുട്ട മസ്റ്റായിട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ഇത് 2 സ്റ്റെപ്പായിട്ട് നമുക്ക് വറുത്ത് കോരാം. കാരണം ഒത്തിരി ചിക്കൻ ഉള്ളതുകൊണ്ട് ഞാൻ 2 സ്റ്റെപ്പായിട്ട് വറുത്ത് കോരി. ഇത് ഇതുപോലെ ഇരിക്കും. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് വേണം അടുത്ത ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അതിനുവേണ്ടി ഞാൻ ഒരു വലിയ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഗീ ആണ് ആദ്യം ഒഴിച്ചു കൊടുത്തത്. 1 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തു. ഇനി അതുപോലെ തന്നെ നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലൂടെ മിക്സ് ചെയ്യാം. ഗീ മാത്രം വെച്ചിട്ട് ഇത് ചെയ്യാം കേട്ടോ. ഞാൻ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഞാനൊരു 2 ചെറിയ സവാള നേരത്തെ നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. അപ്പോൾ ഈ ചിക്കൻ ഇതിലൊന്ന് നമുക്ക് പാതി ഇതിലിട്ട് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുന്നത്. അതിന് ഞാൻ ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഈ 2 സ്റ്റെപ്പായിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇനി ഒരു 6-7 പച്ചമുളകും, ഒരു വലിയ കഷ്ണം ഇഞ്ചിയും, ഒരു 4-5 വെളുത്തുള്ളിയും, അതുപോലെ തന്നെ പൊടിക്കാത്ത മസാലയും കൂടെ ഞാൻ ഇടുന്നുണ്ട്. ഇതെല്ലാം മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്യുക. പൊടിക്കാത്ത മസാല 1 ടേബിൾ സ്പൂൺ വേണം. ഹോൾ മസാലയാണ് എടുത്തിട്ടുള്ളത്. അതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി ഈ അരപ്പാണ് നമുക്ക് ഈ സവാളയിൽ ആഡ് ചെയ്യേണ്ടത് കേട്ടോ. അതിന് മുന്നായിട്ട് നമുക്കിനി ഒരു സാധനം കൂടി ഇതിൽ ആഡ് ചെയ്യേണ്ടതുണ്ട്. ഞാൻ കുറച്ച് ഓയിലൂടെ, ഇത് കുറവായതുകൊണ്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഒരു പൊടിച്ച മസാലയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം കൂടെ ആഡ് ചെയ്ത് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതാണ് ഇതിനൊരു ഫ്ലേവർ കൊടുക്കുന്നത്. നമ്മുടെ ആ റൈസിനൊരു ഫ്ലേവർ കൊടുക്കുന്നത് ഈ മസാലയാണ്. അപ്പോൾ ഇതെന്തായാലും ചെയ്യുക. ഇനി വേണമെങ്കിൽ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. മുളക് ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ മസ്റ്റായിട്ട് ചേർക്കേണ്ട ഒരു സാധനം കുരുമുളകാണ്. അത് 1 ടീസ്പൂൺ ഞാൻ ആഡ് ചെയ്തു. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തു. അപ്പോൾ ഇനിയിപ്പോൾ ഗരം മസാല പൗഡർ നമുക്കിതിൽ ആഡ് ചെയ്യേണ്ട. ഓൾറെഡി നമ്മൾ മസാല എല്ലാം പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. ഇനി വലിയൊരു ടൊമാറ്റോ സ്ലൈസ് ചെയ്തും കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പോഴത്തേക്ക് ഇത് നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു വന്നോളും. ഇത് വെന്ത് ഏകദേശം ആകുമ്പോഴത്തേക്ക് നമുക്ക് മറ്റൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിനൊരു സ്പെഷ്യാലിറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും ഈ സ്റ്റെപ്പുകളൊക്കെ മറന്നു പോകാതെ ചെയ്യുക.
അപ്പോൾ നമുക്ക് പുളിക്കാത്ത തൈര് വേണം കേട്ടോ, അത് വേണം ഇതിന് ചേർക്കാനായിട്ട്. അതുകൂടെ മാറ്റി വെച്ചേക്കണം. ഞാനിതിനൊരു മണം കിട്ടാനായിട്ട് നേരത്തെ വറുത്ത് കോരി വെച്ചിരുന്ന ആ സവാള, ഇത് മസ്റ്റൊന്നുമല്ല കേട്ടോ, ഞാൻ വെറുതെ ആഡ് ചെയ്തെന്നേ ഉള്ളൂ, അതുകൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് പിന്നെ മല്ലിയിലയും പുതിനയിലയും അതൊക്കെ നല്ല ഫ്ലേവർ കൊടുക്കുന്ന സാധനമാണല്ലോ, അതൊക്കെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ആവശ്യത്തിലധികം ഇടാം കേട്ടോ, എത്ര ഇട്ടാലും അതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. ഒരു 1/4 കപ്പ് തൈര് നന്നായിട്ട് ഉടച്ച് ചേർക്കാം. എന്തായാലും പുളിയുള്ള തൈര് ഇതിന് കൊള്ളില്ല, അപ്പോൾ പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റി ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ്റെ ഹാഫ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഹാഫ് പോർഷൻ നമുക്ക് മാറ്റി വയ്ക്കാം, കാരണം അത് നമുക്ക് സെർവ് ചെയ്യുമ്പം ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് അത് അങ്ങനെ ഇരിക്കട്ടെ. ബാക്കി ഇത് നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് അതിനെ ഒരു ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിക്കുക. ഓൾറെഡി വെന്തതാണ്, എന്നാലും നമുക്ക് ഒന്ന് എല്ലാം മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കിനി റൈസിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ ഇനി 3ാമത്തെ സ്റ്റെപ്പാണ്. അപ്പോൾ ഇത് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, കുറച്ച് മെനക്കേടുണ്ട്, എന്നാലും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഗീ നമ്മുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനൊരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തു. അതൊരു വലിയ പാൻ തന്നെ, നമുക്ക് ബിരിയാണി വെക്കുന്ന വലിപ്പമുള്ളൊരു പാൻ എടുക്കുക. അപ്പോൾ ഒരു ബേ ലീഫ് ഞാൻ ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ നമുക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്ക, ഒരു 3-4 ഗ്രാമ്പൂ, ഒരു വലിയ കഷ്ണം പട്ട, ഒരു 2 ഏലക്ക, പിന്നെ ഒരു ചെറിയ കഷ്ണം തക്കോലം, അത്ര ഇട്ട് കൊടുത്തു. ഇനി ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്ന മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞത് കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അത് പിന്നീടായാലും ചേർത്താൽ മതി. ഇനി ഞാൻ 2.5 കപ്പ് റൈസ് നന്നായിട്ട് കഴുകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ജീരകശാല റൈസാണ് ഇതിന് ബെസ്റ്റ്. ഞാൻ പക്ഷേ ബസ്മതി റൈസാണ് എനിക്ക് കിട്ടിയത് കേട്ടോ, അതെടുത്തിട്ടുണ്ട്. 2.5 കപ്പാണ് അളവ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്ത് കൊടുക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്കൊരു 1 മിനിറ്റ് ഒന്ന് വറുത്ത് കൊടുക്കാം. ഈ കപ്പിലാണ് ഞാൻ അളന്നത് കേട്ടോ. ആ കപ്പിൽ തന്നെ 5 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്കൊരു 1/2 കപ്പ് വെള്ളം കൂടെ ആയി. അപ്പോൾ 5.5 കപ്പ്, ടോട്ടൽ 5.5 കപ്പ് വെള്ളം. ബസ്മതി റൈസ് ആയതുകൊണ്ട് 5.5 കപ്പ് വെള്ളം വേണ്ടി വന്നു. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് വേണം കേട്ടോ, ഇത് എന്തായാലും നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട്. പക്ഷേ അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഞാൻ 1 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നാരങ്ങ സ്ക്യൂസ് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇതിൽ എപ്പോഴും ഞാൻ കാണിക്കുന്നതാണ്, റൈസ് ഒറ്റയായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ്, പിന്നെ മീഡിയം ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ ഏകദേശം ആയിട്ടുണ്ട്. ഞാൻ അവസാനം ലോ ഫ്ലെയിമിൽ തന്നെ നോക്കി, അപ്പോഴത്തേക്ക് അതെല്ലാം നല്ല പാകത്തിന് ആ വെള്ളം തന്നെ എനിക്ക് മതിയായി വന്നു. ഇതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടി. അപ്പോൾ ഒരു 95% വേവിക്കുക, ബാക്കി നമുക്ക് ദം ഇടാനുണ്ട്. ഇനി ഹാഫ് പോർഷൻ ഞാനിങ്ങോട്ട് കോരി മാറ്റുകയാണ് ഒരു പ്ലേറ്റിലോട്ട്. എന്നിട്ട് നമുക്ക് ബിരിയാണി ദം ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം നേരത്തെ നമ്മൾ മസാലയൊക്കെ ഇട്ട് വെച്ച ചിക്കനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ഫുള്ള് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നേരിയതായിട്ട് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ച ഒരു ഒണിയൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഒണിയനും അതുപോലെ തന്നെ കാഷ്യൂനട്ടൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇഷ്ടമില്ലാത്തവർക്ക് ഇതങ്ങ് സ്കിപ്പ് ചെയ്യാം കേട്ടോ. കാഷ്യൂനട്ടൊന്നും ചിലപ്പോൾ പിള്ളേർക്കൊന്നും ഇഷ്ടമാവില്ല, എങ്കിൽ വേണ്ട. പക്ഷേ ഇതൊക്കെ ചേർക്കുമ്പോഴാണ് ബിരിയാണിക്ക് ഒരു റിച്ച്നെസ് കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം ചേർത്തു. എന്നിട്ട് നമുക്ക് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. അതെന്തായാലും ചേർക്കുക, അത് മസ്റ്റാണ്. അതിനൊക്കെയാണ് ഒരു ഫ്ലേവർ കൊടുക്കുന്നത്. പിന്നെ ഇനി ഗീ ആണ് ചേർക്കേണ്ടത് കേട്ടോ. ഗീ നിങ്ങൾ ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ അവോയ്ഡ് ചെയ്യാം. പക്ഷേ ഗീ ചേർത്താലാണ് ബിരിയാണിക്ക് അതിൻ്റേതായൊരു നല്ലൊരു സ്മെല്ലൊക്കെ വരിക. ഇനി നമുക്ക് വീണ്ടും ബാലൻസ് മാറ്റി വെച്ച റൈസ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒരേ ലെവലിലാക്കിയിട്ട് നമുക്ക് നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ്. ഒണിയൻ എല്ലാം വിതറി കൊടുക്കാം. അപ്പോൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന മല്ലിയിലയും പുതിനയിലയും നമ്മൾ നേരത്തെ ചെയ്ത അതേ സെയിം പ്രോസസ്സ് തന്നെയാണ്, അത് റിപ്പീറ്റ് ചെയ്യുക. പക്ഷേ ചിക്കൻ മസാല ചേർത്ത് വെച്ചാൽ നമ്മളെല്ലാം നേരത്തെ ചേർത്ത് കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് കുറച്ച് ഫ്രൈഡായിട്ട് വെച്ചിരുന്ന ആ ഒരു ചിക്കൻ പീസ് കൂടെ നമുക്ക് ഇതിന് മീതെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊരു ഭംഗി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് മാറ്റി വെച്ചത്. അപ്പോൾ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ അതൊരു ഭംഗി കിട്ടും കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് ഗീ ഇതിന് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ആഡ് ചെയ്തു. അതെല്ലാം ചെയ്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ച് ദം ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് നെയ്യിനെ ഭയങ്കരമായിട്ട് നിങ്ങൾ കോൺഷ്യസ് ആണെങ്കിൽ നെയ്യ് ചേർക്കണ്ട കേട്ടോ. പക്ഷേ ഇത് നെയ്യ് ചേർക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്കൊരു 10 മിനിറ്റ്, മാക്സിമം 10 മിനിറ്റ് മതി കേട്ടോ, കൂടുതൽ നേരം വയ്ക്കേണ്ട. ഇനി 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ 10 മിനിറ്റായി, നല്ല ഫ്ലേവറൊക്കെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ബിരിയാണി പൂർണ്ണമായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി സെർവ് ചെയ്താൽ മതി.
അപ്പോൾ സെർവ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല നിങ്ങൾക്ക് ഇഷ്ടാനുസരണം എങ്ങനെയാണ് ഞാനിത് ഇതുപോലെയാണ് ചെയ്തത്. നിങ്ങൾക്ക് എന്ത് വേണോ ചെയ്യാം കേട്ടോ, ഏത് രീതിയിൽ വേണോ ഇത് സെർവ് ചെയ്യാം. മൊത്തത്തിൽ നിങ്ങൾക്ക് പ്ലേറ്റോട്ട് എടുക്കാം, അല്ലെങ്കിൽ ചെറുതായിട്ട് ഇതുപോലെ ഓരോരോ ബൗളിൽ കോരി വെച്ചിട്ടായാലും എടുക്കാം കേട്ടോ. പിന്നെ ബിരിയാണിക്ക് മസ്റ്റായിട്ട് നമുക്ക് ഏതെങ്കിലും സാലഡ് ഉണ്ടാവണം, പിക്കിൾ ഉണ്ടാവണം, അതുപോലെ മുട്ട പുഴുങ്ങിയത്, പപ്പടം, ഇതൊക്കെ ആവുമ്പോഴാണ് ഒരു ബിരിയാണി അതിൻ്റെ ഏറ്റവും ജനീത്തിലെത്തുന്നത്. അപ്പോൾ ഈ ന്യൂ ഇയറിന് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻസൊക്കെ എന്നെ അറിയിക്കാൻ മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയി കണ്ടുമുട്ടുമായിരിക്കും. സ്റ്റേ സേഫ് ആൻഡ് ഗുഡ് ബൈ.